ഹായ് ഗൈസ്, എല്ലാവർക്കും വേൾഡ് സ്കൂളിന്റെ പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാട്ടാളന്റെ റിവ്യൂ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. മാർക്കോ യൂണിവേഴ്സിലെ കാട്ടാളൻ. ഇപ്പൊ എനിക്കൊന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഉണ്ണി മുകുന്ദൻ കുറച്ച് ഇടഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ഒറ്റ ഇതാണ്, ഞാൻ സിംഹമാണ്, ഇരിക്കും. എനിക്ക് തോന്നുന്നു ഉണ്ണി മുകുന്ദ ഈ പടം എനിക്ക് തോന്നുന്നു പ്രിവ്യൂ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് തോന്നണം. അതുകൊണ്ടായിരിക്കും പറഞ്ഞ് ഞാൻ സിംഗിളാണ്, പൂച്ചകളുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യരുതെന്ന് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ. അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയി കണ്ടതാണ്. ഒരു മാസ് മസാല പടം എന്ന് പറയാം. എനിക്ക് ഒരു മലയാളത്തിൽ ഒരു KGF-ന്റെ ഒരു ലൈൻ പിടിക്കാനാണ് അവർ നോക്കിയത്. കൂടുതൽ മറ്റേ BGM അങ്ങനെയൊക്കെയാണ്. ഓരോ ക്യാരക്ടർ വരുമ്പോഴും ഭയങ്കര ഒരു BGM കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു സിഗരറ്റും വലിച്ചു, ഒരു മറ്റേ സിഗാറ് വലിച്ചുകൊണ്ട് ഇങ്ങനെ വരും. ഒരുപാട് എനിക്ക് എപ്പോഴോ ക്ലൈമാക്സ് KGF-ന്റെ ഒരു ട്യൂണ് കിട്ടി. ഞാൻ ഇവിടെ ചോദിച്ചു, അത് KGF-ൽ കേട്ടുള്ള പോലെ ഇല്ലേ? പക്ഷെ ആ പടം എടുത്തിട്ടുള്ള ഒരു മാസ് ആയിട്ടാണ് എടുത്തേക്കണത്. ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് ബഡ്ജറ്റിലൊന്നും ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നണില്ല. അങ്ങനത്തെ രീതിയിലാണ് എടുത്തേക്കണത്. അതെ, അതിന്റെ മേക്കിംഗ് തന്നെ അവർ ഇടയ്ക്ക് കാണിക്കും. നമ്മൾ ഇത്രയും കാണിച്ചിട്ട് കഷ്ടപ്പെട്ടില്ല. ആനയൊക്കെ വെച്ചിട്ട് കുറെ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കഷ്ടപ്പാടുണ്ട്, എഫേർട്ട് കുറെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതൊരു മെയിൻ ആളില്ലേ, അതായത് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് ആന്റണി. പക്ഷെ ആന്റണിക്ക് ആ ഒരു ഇതെനിക്ക് ആ ക്യാരക്ടറിന് പലപ്പോഴും ആ ഒരു ഡെപ്ത് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. പുള്ളിയുടെ ഇപ്പൊ ഫേസ് ആണെങ്കിൽ പുള്ളി ഒരു ചിരിച്ചോണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതൊരു ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ ഒരു എന്താ ഒരു സ്വാഗ്, ഒരു മുഴച്ചിരിക്കണ പോലെ തോന്നി. സ്വാഗ് കുറവ്. ഇപ്പൊ മാർക്കോയിലാകട്ടെ ഉണ്ണി മുകുന്ദനും ആ ഒരു ആക്ഷനൊക്കെ ചെയ്യുമ്പോഴും ഡയലോഗ് പറയുമ്പോഴും ഒരു സ്വാഗാണ്. പുള്ളി കാണുമ്പോഴേ ഒരു ഇതുണ്ട്. അത് നാച്ചുറലി ഒരു ഓർഗാനിക് ആയിട്ട് പറഞ്ഞ പോലെ തോന്നി. ഇത് ഒരു മുഴച്ച് നിൽക്കണ പോലെ തോന്നും. ഇപ്പം ഇടയ്ക്ക് 1-2 മാസ് ഡയലോഗ് ഒക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര അങ്ങോട്ട് ഏഷണില്ല. ഇല്ല. എനിക്ക് പക്ഷെ ആന്റണി ഇതിന് മുന്നേ കിടിലായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഉണ്ണി മൂന്നനൊക്കെ ഈ മാർക്കോയിലാണ് അത് ചെയ്തിട്ടുള്ളത് കിടിലായിട്ട്. അതിന് മുന്നേ തന്നെ നമുക്ക് ഇപ്പം മലയാളത്തിൽ അങ്ങനെ ഒരു കിടിലായിട്ട് പറയാനുള്ളത് ആന്റണി ആയിരുന്നു. ആക്ഷൻ ഹീറോ ആണ്. പക്ഷെ പുള്ളി ഒരു ആദ്യമേ അങ്ങ് ആക്ഷൻ ഹീറോ ആയിട്ട് അങ്ങ് പ്ലേസ് ചെയ്യണം. ഇത് വലിയൊരു അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോഴേ അങ്ങനെ ഒരു ഇത് ഇരിക്കുമ്പോ ഒരു സ്വാഗും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ എനിക്ക് അപ്പിയറൻസ് എനിക്ക് ഉണ്ണി മുകുന്ദ ആ പടത്തിന് നന്നായിട്ട് എഫേർട്ട് ഉണ്ട്. ബോഡി ആണെങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പക്ഷേ വിജയെ പോലെ കുറച്ച് അകത്തൊരു ടീഷർട്ടും ഒരു ഷർട്ടൊക്കെ ഇട്ടാണ് പുള്ളി എപ്പോഴും വരണത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി ഡയറക്ടർ തന്നെ പറഞ്ഞാണും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്ന് പറഞ്ഞാണും ആയിരിക്കും. പക്ഷെ എനിക്ക് ആ മാർക്കോയുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സാധനം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇതിൽ ജഗദീഷ് ഒരു പ്രധാന റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹനാൻ ഷാ ഉണ്ട്. എനിക്കൊരു ഡയറക്ടർ അതെന്തിനാണ് ഒരു ഡയലോഗെങ്കിലും കൊടുക്കരുത്. ഒരു ഡയലോഗെങ്കിലും നമ്മളിങ്ങനെ കാത്തിരുന്നു എപ്പോഴെങ്കിലും ഒരു ഡയലോഗ് വരുമോ. അത് പറയണോ ഒരു ഡയലോഗ് ഇല്ല? അല്ല, അത് മനസ്സിലാവുന്നത് അത് ഫസ്റ്റ് ഇത് കാണുമ്പോഴേ മനസ്സിലാവും. ഡയലോഗ് കൊടുത്തതാണ്, പിന്നെ വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാനിലൊക്കെ മോഹൻലാലിന്റെ കൂടെ പൃഥ്വിരാജ് ഇല്ലേ, അതുപോലത്തെ ഒരു ക്യാരക്ടർ ആണ് ബേസിക്കലി. പക്ഷെ പൃഥ്വിരാജ് മറ്റേ ഓവറെങ്കിലും പറയാനായിട്ട് വാറക്കും. ഇത് അതുപോലും കൊടുത്തിട്ടില്ല. അതായത് നീ ജന്മന സംസാരിക്കാത്തൊരു പയ്യന് ആണോ ആയിരിക്കും? അങ്ങനെയൊന്നും അല്ലടാ. അവര് രണ്ടുപേരുണ്ട്. അവര് രണ്ടുപേരും ഇടവും ബലവും ഉണ്ട്. പക്ഷെ അവര് രണ്ടുപേരും പുള്ളി വേറൊരാളിനും ഡയലോഗ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആയിരിക്കില്ല. പക്ഷെ ഇത് ഈ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വിളിച്ചിട്ടേ അത് അവരുടെ ഒരു ഫെയിം ഇപ്പൊ പുള്ളിക്കാണെങ്കിൽ ഒരു ഭയങ്കര ഒരു ഓഡിയൻസ് ഉണ്ട്. പക്ഷെ അത് ഓഡിയൻസ് വരാൻ വേണ്ടി മാത്രം ഒരാളെ എടുത്ത പോലെ ഉണ്ട്. അത് മിൽക്ക് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്ത പോലെ ഉണ്ട്. കാരണം ഒരു ഡയലോഗോ ഒന്നുമില്ല. ഒരു ജസ്റ്റ് ഒരു ഇടയ്ക്ക് സ്ക്രീനിൽ ഒന്ന് കാണിക്കും ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ ഒന്ന് കാണിക്കും. പുട്ടിന് പേരിടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അവര് തമ്മിലുള്ള ഈ നായകനും ഇവരും തമ്മിലുള്ള ബന്ധമോ ഒരു കണക്ഷനോ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. പിന്നെ ഇതില് ഒരു ഇമോഷണൽ ഒരു സാധനം ഒന്നും വന്നിട്ടില്ല. സാധാരണ ഇങ്ങനത്തെ ഒരു മാസ് പടത്തിലൊക്കെ ഒരു ഇമോഷൻ വർക്ക് ആവേണ്ടതാണ്. ആ ഒരു സംഭവം വന്നിട്ടില്ല. അതെനിക്ക് തോന്നുന്നു അവര് സെക്കൻഡ് ഹാഫിൽ ഒരു മിഡൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു സാധനം കൊണ്ടുവരാൻ നോക്കണുണ്ട്. പക്ഷെ എന്നിട്ടും അത് എനിക്ക് കിട്ടിയില്ല. ബാക്കിയുള്ളവർ ചിലപ്പം കിട്ടിയവരെ കാണുമായിരിക്കും. ഞാൻ പുറകിൽ 1-2 പേര് കൈയടിക്കുന്നതൊക്കെ കണ്ട ആ സീനിൽ, ഒരു സീനിലൊക്കെ. അപ്പൊ ചിലപ്പോൾ അവർക്ക് കിട്ടി കാണും, എനിക്ക് കിട്ടാത്തതായിരിക്കും അല്ലേ. നമ്മളിങ്ങനെ ഓവർ ക്രിറ്റിസിസം ആയതുകൊണ്ട് കിട്ടാത്തതായിരിക്കും, അറിഞ്ഞൂടാ. പിന്നെ ഇത് പാൻ ഇന്ത്യൻ എന്നും പറയാൻ പറ്റില്ല. ഇതൊരു ഇന്റർനാഷണൽ ലെവലാണ്. കാര്യം ഇന്ത്യയിൽ നിന്ന് സഞ്ചരിച്ചവർ പുറത്തും പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു
കുറച്ച് സീനിലൊക്കെ പുറത്തുനിന്നൊക്കെ കുറച്ച് പിള്ളേരൊക്കെ ഇറങ്ങും മാസമായിട്ട്, ഇന്ത്യക്കാരല്ലാതെ തന്നെ പുറത്തുനിന്നൊക്കെ നോക്കിയാ പിന്നെ നിങ്ങൾക്ക് ഹിപ്സ്റ്റർ കളിപ്പാട്ടൊക്കെ. പുള്ളിക്ക് ഡയലോഗ് ഉണ്ട് കേട്ടാ. അല്ല, 1-2 കേമിയോ റോൾസ് ഉണ്ട്. അവർക്ക് അധികം ഇത് സ്ക്രീൻ ടൈം ഇല്ലാത്തത് കൊണ്ട് അവര് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നിനക്ക് എന്ത് തോന്നുന്നു ഈ പടം ഇപ്പൊ മാർക്കോ യൂണിവേഴ്സ് എന്നാണ് അവർ പറഞ്ഞത്, അപ്പൊ ഒബിയസ്ലി മാർക്കോ ആയിട്ട് തന്നെയാണ് കമ്പാരിസൺ വരണത്. മാർക്കോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. മാർക്കോയിലൊരു നമുക്ക് ഒരു ആ തീവ്രത നമുക്ക് കിട്ടും. പിന്നെ അതിനൊരു ഫ്രഷ്നെസ്സും ഉണ്ടായിരുന്നു, ഒരു പുതിയൊരു സാധനം മലയാളത്തിൽ കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരുപാട് വയലൻസ് ഒരുപാട് ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും. പിന്നെ ഉണ്ണിമുന്തന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര കൂടുതലായിരുന്നു. അതിൽ ക്യാരക്ടേഴ്സും കുറവായിരുന്നു, പക്ഷെ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ കുറെ സമയം വരുമ്പോഴത്തേക്കും വെടിയൊക്കെ അങ്ങ് ഫുള്ള് ആക്ഷൻ. പിന്നെ എനിക്ക് ഇതിൽ അരോചകമായിട്ട് തോന്നി ഇതിന്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇത്തിരി ഓവറായിട്ട് തള്ളിക്കയറ്റിയതുപോലെ ഭയങ്കര എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആക്ഷൻ ആവട്ടെ, ഇപ്പൊ മാർക്കോ ആയിട്ട് കമ്പയർ ചെയ്യാമല്ലോ, അതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ അല്ലേ. മാർക്കോ ആവട്ടെ അത് സിംഗിൾ ഷോട്ടിലൊക്കെയാണ് ഒരുപാട് ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത്. ഇതിൽ മൊത്തം ഫുള്ള് കട്ടിങ് ഓൺ ആക്ഷൻ ആയിട്ട് ആണ് മൊത്തം ചെയ്തിരിക്കുന്നത്. മറ്റേലാണെങ്കിൽ മറ്റേ നമ്മൾ ഹോളിവുഡിൽ ഫൈറ്റ് ഒക്കെ കാണുമ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് മാർക്കോയിൽ. ഇതിൽ അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്യാനില്ല, നമുക്കൊരു എടുത്തതുപോലെ തോന്നും. നമുക്കിങ്ങനെ മനസ്സിലാവും ഇത് സിനിമയാണെന്ന് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നുന്ന ഒരു സാധനമുണ്ട്. പിന്നെ കുറച്ച് ആനയുടെ സാധനമൊക്കെ അവർ കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ച്, ആനയെ വെച്ച് ഇത്രയും സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് ആക്ച്വലി കുറച്ച് എഫേർട്ട് ഇട്ടൊരു സാധനമാണ്. അത് 1-2 സീനിലുണ്ട്. പക്ഷെ ബാക്കി അല്ലാത്ത അടികളും വെടികളൊക്കെ എനിക്ക് കുറച്ച് ഇത് മാസ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശ്രീകാന്ത് പറഞ്ഞ പോലെ സിനിമയാണെന്ന് തോന്നും. അപ്പൊ അവർ ഇമോഷണൽ കണക്ഷൻ കൊണ്ടുവന്നാലും ഇത് സിനിമയാണ്, ഇത് നമ്മൾ ഇങ്ങനെ കാണാനായിട്ട് തോന്നും, ആദ്യമേ തോന്നും. കാരണം അത് ഒരു നാച്ചുറലി നമ്മളെ അങ്ങോട്ട് ഇമോഷണൽ കണക്റ്റഡ് ആക്കണില്ല. അത് ആ ഒരു ഇപ്പം പൊതുവെ ഒരു സിനിമയിൽ ഇപ്പം വില്ലന്റെ ഒരു ക്രൂരതയൊക്കെ കണ്ട് നമ്മൾ അതിലോട്ട് വില്ലൻ വെറുപ്പ് തോന്നും. പക്ഷെ ഇതില് എല്ലാം കണക്കേന്നൊരു സാധനം. കുറെ പേരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഇവര് പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടില്ല, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അവര് തമ്മിലുള്ള റിവഞ്ച് എന്താണെന്നൊക്കെ ഉള്ളത് അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ ഈച്ചയെ കൊല്ലും പോലെയാണ് മനുഷ്യരെ കൊല്ലണത്. ഭയങ്കര നമ്മളിപ്പോ കൊതുവിനെയൊക്കെ അടിച്ച് കളയില്ല, അതേപോലെ അങ്ങ്. അല്ല, അവരത് പറഞ്ഞിട്ടുണ്ട് റോ ആയിട്ടാണ് ചെയ്യണത്, ഭയങ്കര റോ ആണെന്ന്. പക്ഷെ അത് റോ നമുക്ക് അങ്ങനെ ഈച്ചയെ കൊല്ലും പോലെ ഒരുപാട് സിനിമയിൽ കൊല്ലാറുണ്ട്. പക്ഷെ ഇതെന്തോ ഒരു ഭയങ്കര പക്കിയടി. പിന്നെ ഇതില് ശ്രദ്ധിച്ചത് മരുഭൂമിയിലൊരു സീനൊക്കെ ഉണ്ട് ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ട്. അതിലൊരു സീനില് നമുക്ക് അറിയാൻ പറ്റും വണ്ടിക്കകത്ത് ഇങ്ങനെ ഡമ്മി വെച്ചേക്കണത്, ഇങ്ങനെ ഡമ്മി ഇങ്ങനെ ചരിഞ്ഞിരിക്കും. അത് പക്ഷെ ഇത്രയൊക്കെ എടുത്തേക്ക് നിങ്ങൾക്ക് അതും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നു. കാരണം അതിൽ കാണാൻ പറ്റും ഡമ്മി ഇങ്ങനെ ഇരുത്തി വെച്ചിട്ട് കത്തിക്കുന്ന. 1-2 സീനില് ഞാൻ ശ്രദ്ധിച്ചത് അത് വിസിബിൾ ആണ്. പിന്നെ അവിടെയും ഒരു ക്യാമിയോ റോളൊക്കെ ഉണ്ട് ഇടയ്ക്ക്. പക്ഷെ അതും ഇപ്പം നായകനെ രക്ഷിക്കാൻ പറയുന്ന ക്യാമിയോ റോൾസ് ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ അതും അങ്ങോട്ട് ഒരു കൺവിൻസിങ് സാധനമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നായകന്റെ ഒരു അൺഹോപ്പ് സിറ്റുവേഷനിലല്ലേ ഈ ക്യാമിയോ വരണ. അവിടെയും ഒരു ക്യാമിയോ വരണമെങ്കിൽ അത് നമുക്ക് സാധാരണ അങ്ങനെ ഒരു നായകൻ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്ന് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഒരു ക്യാമിയോ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്. നായകനോട് നമുക്ക് ആദ്യം ഒരു സിനിമയിൽ നമുക്ക് ആദ്യം നായകനോടൊരു ഇത് വേണം, കണക്ഷൻ വരണം. എന്നിട്ട് അങ്ങനെയാണ് നായകൻ രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹം വരണത്. ഇത് അവിടെ വരുമ്പോഴും നമുക്കങ്ങനെ അടുത്ത ഒരാളും കൂടി വന്ന് അങ്ങനെ ഒരു ഫീലേ ഉള്ളൂ. പക്ഷെ കുറെ പേര് പറയാനുണ്ട്. അല്ല, മൊത്തത്തില് എനിക്ക് തോന്നിയത് ഇതിന്റെ ഡയറക്ഷനൊക്കെ പിന്നെയും നല്ല രസമായിട്ട്. റൈറ്റിംഗ് മൊത്തത്തിലൊരു പ്രശ്നമുണ്ട്. മൊത്തത്തിലൊരു എസ്റ്റാബ്ലിഷ് സ്റ്റോറിയൊന്നും അധികം നായകന്റെ സ്റ്റോറിയും നായകൻ എന്താണ് വേണ്ടതെന്നും അതൊന്നും അങ്ങനെ എസ്റ്റാബ്ലിഷ് ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ അടുത്ത പാർട്ടിന് വല്ലതും വെച്ചേക്കണമെന്ന് പറഞ്ഞുകൂടാ. അടുത്ത പാർട്ടിൽ വെച്ചൊക്കെയായിരിക്കും. എന്തായാലും എല്ലുണ്ട്, എല്ലെന്താണെന്ന് നമ്മൾ പറയുന്നില്ല, എല്ലുണ്ട്. അതെ അതെ, അത് ആരും തിയേറ്റർ ഇറങ്ങിയിട്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. പക്ഷെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിനെക്കാളും മുന്നേ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു മേക്കിങ്ങിനെ കുറിച്ച് ഒരു സാധനം അത് ആക്ച്വലി കുറച്ച് ക്യാമിയോ ഉണ്ട് കേട്ടോ. ഒരു സർപ്രൈസിങ് ക്യാമിയോ ഉണ്ട്. അത് നിങ്ങൾ കാണും. അടുത്ത പാർട്ടിന് വേണ്ടി വെച്ചൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഇനി ഇതിന്റെ യൂണിവേഴ്സിലുള്ള സംഭവം ആയിരിക്കാം പ്രതീക്ഷിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ സാധനം ഇവിടെ ഉപേക്ഷിച്ചിട്ട് യൂണിവേഴ്സിൽ വേറെ എന്തെങ്കിലോട്ട് പോകണം അല്ലേ?
ഈ സാധനം ഇവിടെ ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ ഇതിനെ ഫുള്ള് തിരുത്തി എഴുതിയിട്ട് നായകൻ എന്താണ് വേണ്ടത്, നീ ആരാണ്, നീ എന്താണ്, നിനക്ക് എന്ത് വേണം, ആ ഒരു സാധനവും കൂടി നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് വെറുതെ ഒരാളെ കൊണ്ടുവന്നിട്ട് ഈ ആൾക്കാരെ കൊന്നിട്ട് പോണ സാധനം അല്ല. ഇപ്പൊ KGF അങ്ങനെ ഒരു സാധനമല്ല. KGF ഒരു ഭയങ്കര ഒരു കണക്ഷൻ ഇമോഷൻ സാധനം ഉണ്ട്. ഇപ്പൊ മാർക്കോയിലാണെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. പക്ഷെ ഇത് KGF പിന്നെ പുഷ്പയൊക്കെ ഇതിന് ഇൻസ്പിറേഷൻ ആയിരിക്കും. അതേ ഒരു പാറ്റേണാ, ആ ഒരു പാറ്റേൺ തന്നെയാണ്. പിന്നെ നമ്മൾ പുള്ളിയുണ്ട് പുറത്തുനിന്ന്, സുനിൽ പുള്ളി. പക്ഷേ എനിക്ക് കൂട്ടത്തില് പുള്ളിക്ക് കുറച്ച് മൊത്തത്തില് അങ്ങനെ കാണാൻ പറ്റാത്തൊന്നും അല്ല, കണ്ടോണ്ടൊക്കെ സിനിമ കണ്ടിരിക്കാം. വൺ ടൈം വാച്ചബിൾ തന്നെ, പക്ഷെ വൺ ടൈമേ വാച്ചബിൾ ഉള്ളൂ. അല്ല, ഒരു ആക്ഷൻ ഒരു മസാല പടമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു ആവറേജ് പടം പോലെയൊക്കെ ഫീൽ ചെയ്യും. എനിക്ക് അത്ര കണക്ട് ആയില്ല. എനിക്ക് ഇങ്ങനത്തെ പടങ്ങള് കാണും, പക്ഷെ എനിക്ക് അത്ര ഇത് പിടിച്ചില്ല. അത് നമ്മള് ഇപ്പം വെറുതെ ചുമ്മാ അടിയും പിടിയും മാത്രം കണ്ടോണ്ടിരിക്കണത്. നമുക്ക് ആക്ഷൻ സിനിമയൊന്നും അങ്ങനെ അടിയും പിടിയും ചുമ്മാ അത് മാത്രം എന്തോന്നു, അതൊരു WWE കണ്ടാൽ മതി. പക്ഷെ അങ്ങനെയല്ല. അടിപിടി എയിം ഒരു ഇത് വേണം. അതിന് എന്തിനാണ് അവർ അടിപിടി കൂടുന്നതെന്നുള്ളൊരു ഇമോഷൻ ഇല്ലാതെ അടി. ഇപ്പൊ ഇത്ര വലിയ അടിയായാലും എത്ര കിടിലം ആക്ഷൻ ആയാലും ഇമോഷൻ ഇല്ലെങ്കിൽ പിന്നെ അത് വെറുതെ ഒരു വെറും ഒരു സ്റ്റണ്ടായി മാറും. അപ്പൊ അതും കൂടി നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ പടം നല്ലതായന. പിന്നെ പെപ്പയുടെ ക്യാരക്ടർ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതാക്കായിരുന്നു. എന്നുവെച്ചാൽ ആ ഒരു അപ്പിയറൻസും ആ ഒരു ഡയലോഗ്സും അത് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു. പെപ്പയ്ക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട്, മുമ്പ് പടങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനുമാണ്. ഇപ്പൊ പുള്ളി ഇങ്ങനെ ഈ ഇവിടെയൊക്കെ ഒരു വെട്ടൊക്കെ വെട്ടി ഇങ്ങനെ താടിയൊക്കെ ഇങ്ങനെ കെട്ടി ഒതുക്കി ഒരു പുള്ളി ചില സമയം മാസ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെറിയൊരു ചിരിയൊക്കെ ഇങ്ങനെ കാണിക്കും. കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കും, പക്ഷെ ഒരു മന്ദഹാസം. പക്ഷെ ആ മന്ദഹാസം വർക്കൗട്ട് ആവുന്നില്ല. എനിക്ക് വർക്കൗട്ട് ആയില്ല, ബാക്കിയുള്ളവർക്ക് വർക്കൗട്ട് ആയെന്ന് അറിഞ്ഞൂടാ. ഇനി ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ വർക്കൗട്ട് ആയ ഒരു ചീത്ത വിളിക്കാതിരിക്കുക. ഇത് നമ്മളുടെ പേഴ്സണൽ സാധനമാണല്ലേ. പിന്നെ ഇതില് നമ്മൾ പറഞ്ഞ പോലെ ഒന്നുമില്ല, അനാൻഷ കൊള്ളാം, രസമുണ്ട്. രസമുണ്ട്. പക്ഷെ പുള്ളിക്ക് ഇത്രയും വിളിച്ചുകൊണ്ട് പോയി ഇത്രയും സീനിൽ കാണിക്കുമ്പോൾ ഒരു ഡയലോഗെങ്കിലും കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ എന്തിനാണ് ഇവരുള്ള ബന്ധമെന്നെങ്കിലും ഒന്ന്, കൂട്ടുകാരനായിരിക്കാം ചിലപ്പം, പക്ഷെ അതെങ്കിലും ഒന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ ഒരു പാട്ട് കൊടുക്കായിരുന്നു നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഒരു വയർലെസ് ഇത് കൊടുത്തിട്ട് ഓവർ അതെങ്കിലും പറയിപ്പിക്കാൻ. ഡയലോഗ് ഇല്ലെങ്കിലും അല്ല, ഒരുപാട് ഇത് കാണിക്കുന്നുണ്ട്, എടുത്ത് കാണിക്കുന്നുണ്ട്. ഒരുപാട് സാധാരണ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒരു സീനൊക്കെ കാണിച്ച് വിടാറാണ് മെയിൻ ക്യാരക്ടറാണ്. റൈറ്റ് ഹാൻഡ് ആണ്. പക്ഷെ റൈറ്റ് ഹാൻഡ് എന്തെങ്കിലും കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ ഇപ്പൊ ഫാൻസ് നമ്മളെ ചീത്ത വിളിക്കരുത്. നിങ്ങൾ സത്യം പറഞ്ഞത് വിളിക്കേണ്ടത് റൈറ്ററിനെ, അവരെയാണ്, കാസ്റ്റ് ചെയ്ത ആൾക്കാരെയാണ്. അല്ല, വിളിച്ചോണ്ട് പോകണമെങ്കിൽ മിൽക്ക് ചെയ്യാൻ വേണ്ടി മാത്രം കൊണ്ടുപോയാലോ, ഒരു പ്രൊമോഷന്റെ ബേസിസിൽ മാത്രം വിളിച്ചോണ്ട് പോയാലോ നമുക്ക് തോന്നും. കാരണം ഒരു ഡയലോഗ് പോലും ഇല്ല. അല്ലെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡയലോഗോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ പേരില്ല. പേരെന്തോന്നാ അനാൻഷാരിന്റെ പേരെന്താ? പേരില്ല, പേര് വിളിക്കുന്നില്ല. ശരിയാണ്, പേര് ഇപ്പം ആടാ അങ്ങനെ ഒന്നും വിളിക്കണില്ല. ജസ്റ്റ് കൂടെ നടക്കുന്നു, കൂടെ കാണുന്നു. കഴിഞ്ഞാൽ പുള്ളി പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്യുന്നു. ടെലിപ്പതി സെറ്റപ്പില്. പിന്നെ ആന വരുമ്പോ ഓട്ടം, അത് നല്ലതായിരുന്നു. തന്മയത്തോടുകൂടിയ പുള്ളി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പൊങ്ങാനിടരുത്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ആ ക്യാരക്ടർ കൊടുത്തേക്കണത്. വേറെ ഒന്നും പറയാനില്ല. നിങ്ങളത് കണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറ. നിങ്ങൾ കണ്ടിട്ടുള്ളവരെന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ളത് പറയണം. ഇപ്പൊ പുള്ളിയുടെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ ഒരു മൂവിയിൽ പുള്ളിയെ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അല്ല, പുള്ളിയുടെ ഇതെന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു ഫാൻ ബേസ് നല്ലൊരു, നമ്മളെ പോലെയൊന്നും അല്ല. പുള്ളിക്ക് ഒരു കോർ ഓഡിയൻസ് ഉണ്ട്. ഇപ്പോഴേ പുള്ളിയെ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു ഓഡിയൻസ് ടാർഗറ്റ് ചെയ്തിട്ടാണല്ലോ പ്ലേസ് ചെയ്യണം. അപ്പോഴേ ഒരു ക്യാരക്ടറിന് ഒരു പേരോ ഒന്നുമില്ലാതെ ജസ്റ്റ് അതിനു വേണ്ടി മാത്രം എടുത്ത പോലെ നമുക്ക് തോന്നും. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളും അത് പറയാം, തോന്നിയില്ലെങ്കിൽ ഓക്കെ. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല തന്മയത്തോടുകൂടി പുള്ളി ചെയ്തിട്ടുണ്ട്. സിഗരറ്റൊക്കെ വലിക്കണേക്ക് നല്ല രസമുണ്ടായി. ഓക്കെ ഗൈസ്, അപ്പോ നിങ്ങൾ കണ്ടിട്ടുള്ളവർ എന്തായാലും ഇതിന്റെ അഭിപ്രായം പറയാ. പിന്നെ കാണാത്തവര് കാണുകയല്ലേ, ആക്ഷൻ പടമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെടാൻ. അല്ല, ഇത് ഒരുപാട് ബഡ്ജറ്റ് മുടക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ക്രൂസും ഡയറക്ടറാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും എഫേർട്ട് ഒരുപാട് ഇട്ടിട്ടുണ്ട്, സ്റ്റണ്ടിലും ബാക്കി സാധനങ്ങളിലും ഇതിലൊക്കെ. അപ്പം ഒരു ഭയങ്കര മോശം പടമൊന്നുമല്ല,
നിങ്ങൾക്ക് കാണാം, പോയി കാണാം. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ പറയാം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും, നമുക്ക് വർക്ക് ആവാത്തതായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വർക്ക് ആവുമായിരിക്കും. അതെ, നമ്മൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് കാണാതെന്ന് ഇരിക്കും. നിങ്ങൾ എന്തായാലും പോയി കാണണം, പടം പോയി കണ്ടിട്ട് അഭിപ്രായം ഇവിടെ പറയുക. അതെ, നമ്മൾ പറഞ്ഞതിന്റെ വിയോജിപ്പുകളൊക്കെ എന്തായാലും നിങ്ങൾ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുക. അതെ അതെ, നമുക്ക് കൊള്ളാം. നമുക്ക് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കമന്റ് സെക്ഷൻ ആണ് വേണ്ടത്. നിങ്ങൾ പറയാം, നമ്മൾ ഇപ്പം അത് നമ്മൾ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക. അത് അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു മൂവിയുടെ അനാലിസിസ് ഇവിടെ നിർത്തുകയാണ്. അനാലിസിസ് അല്ല, ഒരു ഒപ്പീനിയൻ, നമ്മുടെ ഒരു ഒപ്പീനിയൻ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ പുതിയൊരു മൂവി ആയിട്ട് വരുന്നത് വരേക്കും ബൈ.